എവരിവൺ 2024 നീറ്റ് എക്സാമിൽ നല്ല മികച്ച ഒരു സ്കോർ നേടിയിട്ടുള്ള ഒരു മിടുക്ക് കുട്ടിയാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പൊ നമുക്ക് അവരോട് തന്നെ ഒരു കൂടുതൽ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം അല്ലെ. എന്താ മോളുടെ പേര്? നേമ സുരേഷ്. നേമ സുരേഷ്. എവിടുന്നാ വരുന്നേ? കല്ലുവല്ലപ്പറമ്പ്, കോട്ടയം. കോട്ടയത്ത് തന്നെയാണ്. ഓക്കെ. അപ്പൊ എന്താണ് ഇപ്പൊ തോന്നുന്നത്? സന്തോഷമുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു നല്ലൊരു മികച്ച സ്കോർ ഉണ്ട് എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ നേമ തന്നെ പറഞ്ഞോളൂ, എത്രയാണ് മാർക്ക് എന്നുള്ളതെന്ന് പറഞ്ഞോളൂ. എന്റെ മാർക്ക് 664 ആണ്. റാങ്ക് വന്നിരിക്കുന്നത് 16,301 ആണ്. ഓക്കെ. അപ്പൊ നല്ലൊരു സ്കോർ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോ ഇപ്പൊ ഫസ്റ്റ് ബ്രില്യൻറ്റിൽ വന്നൊരു ടൈം ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ ആ ഒരു ടൈമിൽ ഇതുപോലെ നല്ലൊരു സ്കോർ ഒക്കെ നേടാനായിട്ട് പറ്റുന്ന ഉള്ള ഒരു ചിന്തയൊക്കെ മനസ്സിലുണ്ടായിരുന്നോ? ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പൊ ആഗ്രഹം സാധിച്ചെടുത്തു അല്ലെ. ഓക്കെ. അപ്പോൾ ബ്രില്യൻറ്റിൽ എന്തൊക്കെയാണ് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ബ്രില്യൻറ്റിൽ ഒരു എക്സ്പീരിയൻസ് ചോദിക്കുകയാണ്. ഇപ്പോൾ 1 ഇയർ ബ്രില്യൻ്റെ കൂടെ നിന്ന് പഠിച്ച ഒരാളാണ് അല്ലേ. അപ്പോൾ ബ്രില്യൻറ്റിലെ എക്സ്പീരിയൻസ് ചോദിക്കുകയാണെങ്കിൽ എന്താണ് പറയാനുള്ളത്? അവിടെ എല്ലാവരും നല്ല സപ്പോർട്ടീവ് ആണ്. നമുക്ക് എന്താ ആവശ്യം ഉണ്ടെങ്കിലും പറഞ്ഞാൽ അവർ ചെയ്തു തരാൻ ഭയങ്കര റെഡിയാണ്. അപ്പോൾ അതന്നെയാണ് ഏറ്റവും കൂടുതൽ ഇതായിട്ട് ആവശ്യമുള്ളത്. പിന്നെ ഹോസ്റ്റലിലാണെങ്കിലും എല്ലാം നമുക്ക് ഫുള്ളി കംഫർട്ടബിൾ ആയിട്ട് പഠിക്കാനുള്ള ഒരു ആംബിയൻസും ടീച്ചേഴ്സിന്റെ സപ്പോർട്ടും എല്ലാം ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ ഏത് ഹോസ്റ്റലിലായിരുന്നു? ഞാൻ ചെറുപ്പുങ്കൽ കുറുമണ്ട. അവിടെ അടുത്ത് തന്നെയുള്ള ഹോസ്റ്റലാണ് അല്ലേ. ഓക്കെ. അപ്പോൾ പഠിക്കുന്ന സമയത്ത് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാനായിരുന്നോ അതോ ഇവിടെ റെഫറൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ? അപ്പോൾ റെഫറൻസിന് വന്നിരുന്ന് പഠിക്കാനൊക്കെ ആയിരുന്നു കൂടുതൽ താല്പര്യം? ഞാൻ കൂടുതൽ ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചത്. പിന്നെ അവിടെ നിന്ന് മടുക്കുമ്പോൾ റെഫറൻസിന് പോയി അങ്ങനെ സ്വിച്ച് ചെയ്ത് അങ്ങോട്ടൊക്കെ നടന്നു കഴിഞ്ഞാൽ ഒന്ന് ഉഷാറാവുമല്ലോ അല്ലേ. ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്തായാലും മെഡിക്കൽ ഫീൽഡിലേക്കാണ് കാലെടുത്ത് വെക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ചെറുപ്പം തൊട്ടേ തന്നെയുള്ള ഒരു ആഗ്രഹമായിരുന്നോ ഇങ്ങനെ ഡോക്ടർ ആവണം എന്നുള്ള ഒരു കാര്യം? 8th സ്റ്റാൻഡേർഡ് തൊട്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു മനസ്സിൽ. ഓക്കെ. അപ്പോൾ ആരായിരുന്നു ഇൻസ്പിറേഷൻ? വീട്ടിലാരെങ്കിലും ഇങ്ങനെ ഡോക്ടേഴ്സ് അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടോ? കസിൻസ് ഒക്കെ ഉണ്ട്, ആയുർവേദ ഡോക്ടറൊക്കെ ആയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അവരൊക്കെ കണ്ടുകൊണ്ട് ഈ ഒരു ഫീൽഡ് തെരഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ. അപ്പൊ നേമയുടെ പാരന്റ്സും അതേപോലെ തന്നെ അനിയനും നമ്മുടെ കൂടെ ഉണ്ട്. അപ്പൊ നമുക്ക് അവരോട് കൂടി ഒന്ന് ചോദിച്ചു നോക്കാം അല്ലെ. എന്താ അനിയന്റെ പേരെന്താ? നമിത് സുരേഷ്. ഓക്കെ. നമിത് സുരേഷ്. ഓക്കെ. അപ്പൊ എത്രയിലാ പഠിക്കുന്നത്? 10th പഠിക്കുന്നത്. അപ്പൊ ചേച്ചീനെ പോലെ തന്നെ ഒരു ഡോക്ടർ ആവണം എന്നൊക്കെ തന്നെയാണോ ആഗ്രഹം? അത് വേറൊരു ഫീൽഡാണ്, തപ്പണത് നോക്കിയതാന്ന് വെച്ചപ്പോ. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് നമ്മളുടെ നേമയുടെ ഫാദറിനോടും അതുപോലെ മദറിനോടൊക്കെ ഒന്ന് സംസാരിക്കാം. സാറിന്റെ പേര്? സുരേഷ്. ഓക്കെ. എന്താ ചെയ്യുന്നത്? ഓക്കെ. അപ്പൊ മോള് ഇതേ നല്ലൊരു റിസൾട്ട് ഒക്കെ വാങ്ങി ഇങ്ങനെ സന്തോഷമായിട്ട് നിൽക്കുകയാണ് അല്ലെ. അപ്പൊ എന്താണ് ഇപ്പൊ പറയാനുള്ളത്? സന്തോഷമുണ്ട്. അപ്പൊ ആ ഒരു സന്തോഷം, ആ ഒരു അഭിമാനം ഒക്കെ നമുക്ക് എല്ലാവരുടെയും മുഖത്ത് നന്നായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ ഇനി നമുക്ക് അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചു നോക്കാം. അപ്പൊ മാം എന്താണ് തോന്നുന്നത്? വളരെയധികം സന്തോഷം. എൻ്റെ പേര് രാധിക, ഹൗസ് വൈഫാണ്. മോൾക്ക് ഡോക്ടർ ആവണമെന്ന് നേരത്തെ മുതലേ ആഗ്രഹം ഉണ്ടായിരുന്നു. അവൾ അതിനുവേണ്ടി നന്നായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട്. അതിന്റെ ഫലമാണ് ഇപ്പൊ കിട്ടിയിട്ടുള്ള റിസൾട്ട്. അപ്പൊ മോള് ഇങ്ങനെ ചെറുപ്പം തൊട്ടേ തന്നെ നന്നായി പഠിക്കുന്ന ഒരു കുട്ടിയൊക്കെ തന്നെയായിരുന്നു? അത്യാവശ്യം അവള് നന്നായിട്ട് പഠിക്കുമായിരുന്നു. അങ്ങനെ ആരും സപ്പോർട്ടൊന്നും വേണ്ട, സ്വന്തമായിട്ട് പഠിക്കുന്ന ഒരാൾ തന്നെയായിരുന്നു അല്ലെ. അപ്പൊ ഏത് ക്യാമ്പസിൽ അഡ്മിഷൻ കിട്ടണമെന്നാണ് ആഗ്രഹം? കേരളത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു നല്ല മെഡിക്കൽ കോളേജ് ആണ് നോക്കട്ടെ. അപ്പൊ ഏതെങ്കിലും സ്പെഷ്യലൈസേഷൻ ഒക്കെ ഏതാണ് ഉദ്ദേശിക്കുന്നത്? തീരുമാനമായിട്ടില്ല. ഓക്കെ. പഠിച്ചു വരുമ്പോ അങ്ങനെ തീരുമാനിക്കാം അല്ലെ. അപ്പൊ എന്തായാലും ഒരുപാട് പേരുടെ ഒരു വലിയ ആഗ്രഹമാണ് ഇതുപോലെ ഡോക്ടർ ആവുക എന്നുള്ള ഒരു കാര്യം. അപ്പൊ ഇനിയിപ്പോ നിങ്ങളുടെ ജൂനിയേഴ്സ്, അതായത് 2025 എക്സാം എഴുതാൻ പോകുന്ന ഒരുപാട് പേരുണ്ട് അല്ലെ. അപ്പൊ അവരോടൊക്കെ ആയിട്ട് എന്താണ് പറയാനുള്ളത്? നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, വിശ്വസിക്കുക, ചെയ്യാൻ പറ്റും എന്തായാലും. അവരുടെ വർക്ക് അതുപോലെ തന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകാൻ നോക്കാം. ഓക്കെ. അപ്പോൾ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡി മെത്തേഡ്സും അതേപോലെ തന്നെ നല്ല ഹാർഡ് വർക്കും എന്തായാലും നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കുന്നത് തന്നെയാണ് നമ്മളുടെ നിയമം നമ്മളോട് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ബ്രില്യൻ ഫാമിലിയുടെ വക ഒരു വലിയ ഓൾ ദി ബെസ്റ്റ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക.